പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ മഹത്ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇരുന്നവനും ഇരിക്കുന്നവനും അൽഫയും ഒമേഘയും ആദ്യനും അന്ത്യനും വീണ്ടും വരുന്നവരുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടെയിരുന്ന് കാലിനെ ആമേൻ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവിടുന്ന് വിടുവിച്ച, പരിപാലിച്ച, സൂക്ഷിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അവിടുത്തെ പുത്രനായി ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾക്കൊരുക്കിയ രക്ഷ എത്രയോ വലിയത്, അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഇന്ന് പകൽ അവിടെവിടങ്ങളായി അങ്ങ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശ്രോതാക്കളായി, വക്താക്കളായി ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തെരഞ്ഞെടുത്ത് രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ട് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയാട്ട്. ഹല്ലേലൂയ. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ച് ആമേൻ ഉയർത്തി സുസ്ഥിരമായ പാറമേൽ നിർത്തി പുതിയ പാട്ടുകൾ കൊടുത്ത് ആമേൻ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ സുരക്ഷിതരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രി കർത്താവിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രി പാടുവാൻ കൃപ നൽകിയാട്ട് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ട് ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി നിമിത്തം ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയെ ഇന്ന് രാത്രി അങ്ങ് വെളിപ്പെടുത്തണമേ. ആദിയോടൊപ്പം പരിശുദ്ധാത്മാവും ദൈവം കൂടെ ഇരിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. അടിയകൾക്കായി കാൽവരി ജീവനർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞതായ ലോകത്ത് കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും ലോകരാജ്യങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കൾ ആയിരുന്നെടുത്ത് ദൈവ സാന്നിധ്യം ഇസ്രായേൽ ജനം അനുഭവിച്ചതുപോലെ പകൽ മേഘസ്തംഭവുമായി, രാത്രി ആമേൻ അഗ്നിസ്തംഭവുമായി ഇസ്രായേൽ ജനത്തോട് കൂടെയിരുന്ന് അവരെ ഞെരുക്കി, അവരെ പിന്തുടർന്ന് തകർക്കുവാൻ ഹല്ലേലൂയ അതെ പിന്തുടർന്ന് ആമേൻ അതെ ഫറവോൻ ഹല്ലേലൂയ അവരെ തകർക്കാതെ ദൈവമായ കർത്താവ് അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കി ചെങ്കൽ പാതയൊരുക്കി ഹല്ലേലൂയ യോർദാനെ രണ്ടായി വിഭാജിച്ചുകൊണ്ട് ഹല്ലേലൂയ ജനത്തെ മുമ്പോട്ട് നയിച്ച സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം പുത്രനായ ക്രിസ്തുവിലൂടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന് അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ആത്മാവിനെ അനുഭവിച്ച് ജീവിപ്പാൻ കൃപ ലഭിച്ച ആമേൻ ദൈവമക്കൾ ചേർന്ന് പാടി ആമേൻ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ആമേൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വചനം വായിച്ച് ആമേൻ അതെ ശുശ്രൂഷിച്ച് വേഗത്തിൽ ഇരുപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളുടെയും ആശ്വാസത്തിന്റെ ഉറവിടമായ സ്വർഗത്തിന്റെ ദൈവം തന്റെ ആത്മാവിനാൽ ശക്തീകരിപ്പാനും ബലപ്പെടുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. ചേർന്ന് പാടാം. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും
കേളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ആമേൻ. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോ, വാതിലുകൾ അടയുമ്പോൾ ആമേൻ ചെങ്കടൽ പിളർന്നതുപോ. ആമേൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ. ആമേൻ. എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങൾ മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങൾ ചേർന്ന് പാടിയാൽ വിശ്വാസത്തോടെ. ദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ആമേൻ. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ആരുമില്ലാതേകനാകുന്നു. ഓ കൂടെയുണ്ട് കരുണിയവൻ. ആമേൻ. ആരുമില്ലാതേകനാകുന്നു. കൂടെയുണ്ട് കരുണിയവൻ. എന്നെ നടത്തുന്നവൻ. ആമേൻ. എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ. ഓ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. ഓ തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ അതിന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ വാതിലുകൾ ആമേൻ അടയ്ക്കപ്പെടുമ്പോൾ, ദുഷ്ടപിശാച് നിനക്കെതിരെ പ്രതികൂലങ്ങൾ ഉയർത്തുമ്പോൾ, പ്രതിയോഗിയായ പിശാചിന്റെ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി അത് തളരാതെ പതരാതെ മുൻപോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്ന് നിന്നെ ജയത്തോടെ നടത്തുവാൻ ശക്തനായവൻ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ആളുകൾ കൊതിക്കുന്നവർ, അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചേർന്ന് പാടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്.
തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ആമേൻ. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ പതരാതെ നിൽക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ആമേൻ ഒരു മനുഷ്യനെ ശക്തീകരിക്കുന്ന ദൈവം അവിടുത്തെ വചനത്താ, അവിടുത്തെ ശക്തിയാ ഇന്ന് രാത്രി നിറയ്ക്കുവാൻ ശക്തനാ വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രി വചനം ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സങ്കീർത്തനങ്ങൾ 121 6, 7, 8 വാക്യങ്ങൾ ആമേൻ വായിക്കാം. സങ്കീർത്തനങ്ങൾ 121 5, 6, 7, 8 വാക്യങ്ങൾ. ലോകരാജ്യങ്ങളിൽ അനേകര് ആമേൻ അതേ നിരാശരായി കൊണ്ടിരിക്കുകയാണ്, അനേകര് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനേകര് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2020 എന്ന് പറയുന്ന വർഷം എല്ലാ മാസവും ജനം ആശങ്കലരായിക്കൊണ്ടിരുന്നു. കൊറോണ എന്ന മഹാമാരി എന്ന ആ മാരക ദുരന്തം ആമേൻ അനേകര് മഹാവ്യാധി അനേകരെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും പ്രതീക്ഷകളെല്ലാം അപ്രത്യക്ഷമായി തകിടം മറിഞ്ഞ് പലരും ലോകത്തിൽ നിന്ന് മൺമറഞ്ഞ് അതിൽ നിന്ന് ആമേൻ വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് അതേ പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലും ശക്തമായ നിലയിൽ പിന്നെയും വിവിധമായ നിലകളിലുള്ള ആശങ്കകളും ആകുലതകളും മനുഷ്യനെ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് സ്വസ്ഥതയില്ലാതെ നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി മാനവരാശിക്ക് നിത്യമായ സ്വസ്ഥതയും നിത്യമായ സമാധാനവും നൽകുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മാനവരാശിക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രിയിലും ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ അതേ പറയുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയ സർവകൃപാലുവായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ആമേൻ വായിക്കാം. 121 സങ്കീർത്തനം അതിന്റെ 5, 6, 7, 8 വാക്യം. യഹോവ നിന്റെ പരിപാലകൻ. ആമേൻ. അതേ എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി അതേ മറിയയുടെ ഉദരത്തിലൂടെ ജനിച്ച നസറേത്തുകാരൻ എന്നറിയപ്പെട്ട വിധത്തിൽ വളർത്തച്ഛനായ യോസെഫിന്റെ കീഴിൽ ഏകദേശം 12 വയസ്സോളം ആമേൻ അതേ ഒരു മകനെന്ന നിലയിൽ വളർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആമേൻ ദേവാലയത്തിൽ ചെന്നു. ആമേൻ ദേവാലയത്തിൽ ആയിരിക്കുന്നവരെ ആമേൻ ഉപദേശിക്കുവാനും ആമേൻ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ആമേൻ അതെ ദൈവം ഉപയോഗിച്ചപ്പോൾ അവന്റെ വാക്കുകൾ കേട്ടവർക്ക് ആശ്ചര്യം തോന്നി. ആമേൻ. അതെ എന്റെ ആലയം പ്രാർത്ഥനയാലയം അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആയിരിക്കുന്നവരെ അതെ പുറത്താക്കി. ആമേൻ. അതെ 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിലായിരുന്ന യേശു കർത്താവിന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുമ്പോൾ 30 വയസ്സ് മുതൽ 33 വയസ്സ് 3.5 വർഷക്കാലം പിതാവായ ദൈവത്തിന്റെ ഇംഗിതം അത് പൂർണ്ണമായി വെളിപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസിനോട് ആമേൻ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ വെളിപ്പാട് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ആമേൻ ജഡരക്തങ്ങളല്ല, ആമേൻ സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക് നൽകി തന്നത്. ആ പത്രോസിന്റെ കയ്യിൽ കർത്താവ് അധികാരം കൊടുത്തു. നീ ഭൂമിയിൽ കെട്ടപ്പെടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കപ്പെടുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി പുതിയ നിയമ വിശ്വാസികളായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്തുവാൻ എത്രയും വേഗം മടങ്ങി
വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിന് മുന്നോടിയായി നിറവേറേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി അത് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഉതകുന്നതാ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും ആമേൻ അതേ സംഭവിക്കുമ്പോൾ അതേ കർത്താവ് മടങ്ങി വരുവാൻ സമയം ആഗതമായിരിക്കുന്നുവെന്ന്, ഇതാ ഞാൻ വാദിക്കലായിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന ആമേൻ തിരുവചന സത്യങ്ങൾ ചുറ്റുപാടും നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിൽ എണ്ണയോടുകൂടെ കരുതി മണവാളന്റെ വരവിന് വേണ്ടി ആമേൻ ബുദ്ധിപരമായി കാത്തിരുന്ന 5 കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. യഹോവ നിന്റെ സൂക്ഷിപ്പുകാരൻ. ഹല്ലേലൂയ. യഹോവ നിന്റെ വലം കൈയിൽ ആമേൻ അതെ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. ഹല്ലേലൂയ. പകലിൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും പകലിന്റെ മണിക്കൂറുകളിൽ ഒരു ദൈവ പൈതൽ സഞ്ചരിക്കുമ്പോൾ ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ നിറഞ്ഞതായ ലോകത്ത് ഇരുളിനെ മറപിടിച്ചുകൊണ്ട് മന്ത്രവാദ ആഭിചാര ശുദ്ര പ്രയോഗങ്ങൾ നടത്തി ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ദുഷ്ടപിശാച് പ്രതിയോഗിയായി എഴുന്നേറ്റ് വരുമ്പോൾ പകലിന്റെ മണിക്കൂറുകളിൽ കോഴിതൻ ആമേൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ആമേൻ ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുവാൻ, സൂക്ഷിക്കുവാൻ ദൈവം ശക്തനെന്ന് സങ്കീർത്തനക്കാരനായ ഭക്തൻ വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി ദൈവ പൈതലെ, പകൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന ലോകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ അത്രേ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. രാത്രിയാകട്ടെ അതേ രാത്രിയുടെ മറവിൽ ആമീൻ, ഇരുളിന്റെ മറവിൽ ആമീൻ പല കൊലപാതകങ്ങളും ചതികളും വഞ്ചനകളും ഒക്കെ നടക്കുമ്പോൾ അതിലൊന്നും പെടാതെ കണ്ട് സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തെ അനുഭവിച്ച ഭക്തൻ അതെ തന്റെ അതരത്തിലൂടെ അവിടെ വിവരിക്കുന്നു. വായിക്കാം. നിന്നെ വാദിക്കയില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നിന്റെ ചുറ്റുപാടും അതേ ഭയാനകമായ അനുഭവങ്ങൾ, നിന്റെ കൂടെ പഠിച്ചവരാകട്ടെ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, നിന്റെ കൂടെ സഞ്ചരിക്കുന്നവരാകട്ടെ, പലരും ഭയപ്പെട്ട് നിരാശപ്പെടുമ്പോൾ അത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച് തിരുവചന പ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് നാടിന് നന്മ ചെയ്ത് അഗതികൾക്ക് ആശ്വാസമായി, അന്ധർക്ക് കാഴ്ചയായി, ചെകിടർക്ക് കേൾവിയായി, മുടന്തരെ നടത്തുമാറാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് നിന്റെ പാപത്തിനു വേണ്ടി, നിന്റെ ശാപത്തിനു വേണ്ടി, നിന്റെ യഥാകുന്ന സമാധാനത്തിനു വേണ്ടി, നിനക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി, നിത്യരാജ്യം നിനക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന ക്രിസ്തുവിനെ അതേ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം രാവോ പകലോ ഭയം കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രൊട്ടക്ഷനായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അത്രേ സങ്കീർത്തനക്കാരൻ അവിടെ വെളിപ്പെടുത്തുന്നത്. ആമേൻ. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന, നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്, കാല് കല്ലിൽ തട്ടാതെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ പ്രാണനെ മരണത്തിൽ നിന്നോ വിടുവിക്കുന്ന, പരിപാലിക്കുന്ന ഇത്ര നല്ല ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തി നൽകിയ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ഭയം കൂടാതെ ഉറങ്ങുവാൻ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യഹോവ നിന്റെ പരിപാലകൻ. ഹല്ലേലൂയ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണലാ. ഹല്ലേലൂയ. അതുകൊണ്ട് അതേ ഭയം കൂടാതെ ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അത്യുന്നതന്റെ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് 91 സങ്കീർത്തനത്തിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2020 എന്ന് പറയുന്ന വർഷത്തിൽ ഈ സങ്കീർത്തനം ലോകത്തിൽ അനേകര് ഉരവിട്ടുകൊണ്ട് ആമേൻ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിലവിളിച്ച അനുഭവങ്ങൾ നമുക്ക് മീഡിയയിലൂടെ
കൃപയിലൂടെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും, ഹല്ലേലൂയ, എന്നെ തകർക്കുവാൻ നോക്കുന്നവരും ചുറ്റുപാടുമുള്ളപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന് ഭക്തൻ നിലവിളിക്കുകയാ. സങ്കീർത്തനം 17:8 ഭക്തൻ അങ്ങനെയാ പറയുന്നത്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി എത്ര സംരക്ഷിക്കപ്പെട്ടിരിക്കുക. നമുക്കറിയാം, കണ്ണിന്റെ അതേ കൃഷ്ണമണി പോറലേൽക്കാതിരിക്കുവാൻ നല്ല കൺപോളകൾ വെച്ചിരിക്കുകയാ, കൺപീലികൾ വെച്ചിരിക്കുകയാ. നാം ബൈക്ക് യാത്ര ചെയ്യുന്നവരാണല്ലോ. യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന പൊടിപടലങ്ങൾ നമ്മുടെ കണ്ണിൽ തട്ടി, ആമേൻ, അതെ, നമ്മുടെ കണ്ണ് കേടുകൂടാതെ ഒരു എത്ര പ്രൊട്ടക്ഷനാണ് ആമേൻ ദൈവം ചെയ്തിരിക്കുന്നത്. ഇത്ര നല്ലൊരു എഞ്ചിനീയർ ഈ ലോകത്തിലുണ്ടോ? അത്രമാത്രം ആമേ സൂക്ഷ്മമായി നമ്മെ സൂക്ഷിക്കുവാൻ അതേ ശക്തനായ ഒരു എഞ്ചിനീയർ ആണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ദയ എത്ര വലിയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ നിഴൽ ശരണം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ അവന്റെ ചിറകിന്റെ കീഴിൽ നിഴൽ ശരണം പ്രാപിക്കുന്നുവെങ്കിൽ ആമേൻ, അതേ ഉച്ചയ്ക്കോ രാവിലെയോ രാത്രിയോ അതേ ഭയം കൂടാതെ കണ്ട് ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ, ആമേൻ, അതെ, നമ്മളെ ദൂതന്മാരെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നുവെന്ന് ആമേൻ, അതെ, വെളിപ്പെടുത്തുവാൻ വന്ന ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച യേശു കർത്താവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് പത്രോസ് പ്രാപിച്ചതുപോലെ പ്രാപിച്ചവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി ശരണം പ്രാപിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ, നിനക്കാവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നൽകുവാൻ ദൈവം ശക്തനാണ്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, 21 ദിവസം അടയിരുന്ന് വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചൻ പക്ഷികൾ അപകരിക്കാതിരിക്കുവാൻ തള്ളക്കോഴി ആമേൻ, അതെ, അതിന്റെ ചിറക് വിരിച്ച് അതിനെ സംരക്ഷിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. നമ്മെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഒരു നല്ല ദൈവം. ഈ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഈ സന്ദേശം ശ്രമിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, പാപിയായ എന്നെ രക്ഷിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. സ്നേഹിത, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ദൈവമൈതനാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ആത്മഭാരമുണ്ടെങ്കിൽ കൂടപ്പുറപ്പിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആമേൻ. ഈ സന്തോഷം അവരനുഭവിക്കാതെ ലോകത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിനകത്തകപ്പെട്ട് അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവരുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവരായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച യേശു കർത്താവിനെ അറിയേണ്ട വിധത്തിൽ അറിയുവാൻ തക്കവണ്ണം അവർക്കും അവസരമുണ്ടാകേണ്ടതിനാൽ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അപ്രകാരം സർവശക്തനായ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, വളരെ സുരക്ഷിതമായി ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുവാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗം. നോക്കിക്കേ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ
ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തക്ക വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, ഈശാന മൂലമാകുന്ന കാറ്റുകൾ, അത് മഹാമാരിയാകാം, തകർച്ചയാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, വിവിധ നിലകളിലുള്ള ആമേൻ അത് അനുഭവമായിരിക്കാം. ആമേൻ ഭയങ്കരന്മാരുടെ ചിറ്റൽ, മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ. നമുക്കറിയാം അതേ കടൽ ഭിത്തികൾക്ക് നേരെ ആമേൻ അലയുടിച്ചു വരുന്ന വൻ കുറ്റൻ തിരമാലകൾ വന്ന് ആമേൻ പാറക്കെട്ടുകൾ അടിക്കുന്നത് പോലെ അതേ നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ പ്രതികൂലമാകുന്ന കാറ്റുകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പടകിനെ ശാന്തമാക്കുവാൻ ശക്തനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ഇപ്രകാരം ദൈവ സാന്നിധ്യം അത് വെളിപ്പെട്ടു വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ദൈവ പൈതലിന് ആമേൻ അതേ ആമേൻ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കൊടുങ്കാറ്റിൽ ഒരു ശരണമായി, ഉഷ്ണത്തിൽ ഒരു തണലായി, ഹല്ലേലൂയ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. സ്നേഹിത, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ആമേൻ ഒരു കോട്ടയായി, ഹല്ലേലൂയ മരുഭൂമിയിൽ നീരുറവയെ തുറന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിനക്ക് താങ്ങായി, തണലായി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെയിലത്ത് കുടയായി, അതെ വെയിലത്ത് തണലായി, ആമേൻ മഴയത്ത് കുടയായി, ഹല്ലേലൂയ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഓരോരുത്തൻ കാറ്റിന് ആമേൻ ഒരു മറവും പിശറിന് ഒരു സങ്കേതവും ആയി, വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും. ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ വാദിക്കുകയില്ല. ഹല്ലേലൂയ. അതിനർത്ഥം വിശ്വാസികൾക്ക് സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഫലങ്ങൾ ആമേൻ അനുഭവപ്പെടില്ലെന്ന് അല്ല ഇതിനർത്ഥം. പിന്നെയോ മറ്റെല്ലാവർക്കും എന്ന പോലെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും മരണവും ആമേൻ അവർക്ക് വരില്ല എന്ന് ഇതിനർത്ഥമില്ല. ഇതിനർത്ഥം വിശ്വാസികൾക്ക് ഇവയാൽ യഥാർത്ഥത്തിൽ ഉപദ്രവം ഉണ്ടാകുകയില്ല എന്നാണ്. ഹല്ലേലൂയ. മരണം നിശ്ചയമാണ്. അത് സമയം എപ്പോഴാണെന്ന് മാത്രം അറിയത്തില്ലെന്നേ ഉള്ളൂ. ഒരിക്കൽ ജനിച്ചാൽ നിശ്ചയമായും മരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഏറെയായ 70-80, അതിനപ്പുറമായാൽ വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ സമയത്തിന് മുമ്പ് ആമേൻ ഈ ലോകത്തിൽ ആമേൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് അകപ്പെട്ട് തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ദൈവം അവരുടെ നന്മയ്ക്കായി അനുവദിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങൾ മാത്രമേ പകലായാലും രാത്രിയായാലും അവർക്ക് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം ആമേൻ അതിന്റെ 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവരോട് ഇങ്ങനെ ആത്മാവിൽ പ്രേരിതനായി എഴുതി ഓർപ്പിച്ചത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് രാത്രി ദൈവ പൈതലെ നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ? വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണോ? കർത്താവിന്റെ മടങ്ങ് വരവിന് വേണ്ടി പ്രത്യാശയോടായിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിശ്ചയമായും ക്രിസ്തു താങ്കളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് മുമ്പിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളും നന്മയ്ക്കാക്കി തീർക്കുന്ന, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ആമേൻ ദൈവപ്രവർത്തി ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം പ്രവർത്തനം ഈ ഭൂമിയിൽ നമുക്ക് എപ്പോഴും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും ആമേൻ കഴിയുന്ന ഒന്നല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്നവര് ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 2 തിമോഥെയോസ് 4:18 കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിന് രക്ഷിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്റെ ദൈവം
എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച്. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൂടെ ആമേൻ പോകാതെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കാതെ, ഹല്ലേലൂയ, അവരുടെ പ്രവൃത്തിയിൽ അകപ്പെട്ട് തകർന്നു പോകാതെ, അതിലേക്ക് എന്നെ നയിക്കാതെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി ആമേൻ അതെ സംരക്ഷിക്കുന്ന ആമേൻ ഒരു ദൈവം. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് ദൈവസഭയുടെ അംഗമായിരിക്കുന്നവരോടാ, അല്ലാതെ ദുഷ്ടന്മാരോടും ചതിയന്മാരോടും വഞ്ചകന്മാരോടുമല്ല. ഹല്ലേലൂയ. അതെ വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായിട്ട് എന്ത് ചെയ്യും? രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മളെ അവൻ ഇരിക്കുന്നിടത്ത് ആ രാജ്യത്തിൽ കൊണ്ടിരുത്തുവാൻ എത്രയും വേഗം മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശൈവം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. എപ്പോഴും ഒരു ദൈവ പൈതൽ ഇവിടെ ആയിരിക്കുമ്പോൾ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന അനേകര് ഈ ലോകത്തിലുള്ളപ്പോൾ, ഹല്ലേലൂയ, അതിൽ ഒന്നും അകപ്പെടാതെ കണ്ട് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധരായി ജീവിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നേർവഴിയിൽ നടത്തുവാൻ തക്കവണ്ണം സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുകയാണ്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അകത്തും പുറത്തും ഒരുപോലെ പീഡനം വരുമ്പോൾ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് താങ്കൾ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി മാറുവാനാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ നീളം തീർത്ഥാടനത്തിലേക്കും നിത്യതയിലേക്കും ആമേൻ അതെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് തികഞ്ഞ സംരക്ഷണം അതേ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ ഹല്ലേലൂയ സഞ്ചരിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ദൈവപൈതലിന് പ്രൊട്ടക്ഷനായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ആമേൻ. 121 സങ്കീർത്തനം അതിന്റെ 4 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പലരും ഉറങ്ങിക്കിടക്കുമ്പോൾ, ഹല്ലേലൂയ, പലരും ക്ഷീണിച്ചിരിക്കുമ്പോൾ ശത്രു വന്ന് എന്ത് ചെയ്യാറുണ്ട്? അപഹരിച്ചു കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഹല്ലേലൂയ. നിത്യനായ ദൈവം ആമേൻ ക്ഷീണിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആമേൻ. ഉറങ്ങുന്ന ആമേൻ അതെ ഒരു ദൈവത്തിന്റെ ആമേൻ മനസ്സിൽ ഹല്ലേലൂയ എന്തില്ല? ജീവിത സ്വപ്നമില്ല. ആമേൻ. സ്വന്തം ദൈവം തന്നെ നിരീക്ഷിക്കാൻ സത്യദൈവം നിത്യമായി ജാഗ്രത എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ. ആമേൻ. നാം ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം ഹല്ലേലൂയ ഒരു മിഥ്യയല്ല. ആമേൻ. അവൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. സർവശക്തനായ ദൈവം മതി എന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്ത് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഉറങ്ങാത്ത, മയങ്ങാത്ത, ആമേൻ പരിപാലിക്കുന്ന, കരുതുന്ന ഈ ദൈവം മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ തീരുമാനിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ആവശ്യത്തിലധികം ആമേൻ അതെ നമ്മെ അറിഞ്ഞ് നമ്മുടെ ആവശ്യത്തിലധികം അറിഞ്ഞ് നമ്മെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു പരമോന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാരംഭ തിരുവെഴുത്ത് ഹല്ലേലൂയ അതെ നമുക്ക് വെളിപ്പെടുത്തുന്നത് അവന്റെ മഹത്വത്തെയാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ സൂക്ഷിപ്പുകാരനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ നിഴലും ആമേൻ സംരക്ഷകനുമാണ്. ഹല്ലേലൂയ. നാം തളർന്നു പോകുവാൻ, നാം ക്ഷീണിച്ചു പോകുവാൻ, നാം നശിച്ചു പോകുവാൻ ഇടയാകാത്ത വിധത്തിൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തനക്കാരൻ തന്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. പകലിൽ സൂര്യന്റെ ആ കാഠിന്യത്തിൽ നിന്നും രാത്രി ചന്ദ്രനിൽ നിന്നും പോലും ആമേൻ അവൻ നമ്മെ ദോഷത്തിൽ നിന്ന് രക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, വിടുവിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ ഉറങ്ങുകയോ അവൻ മയങ്ങുകയോ ചെയ്യാത്തതിനാൽ അവൻ 24 മണിക്കൂറും നമ്മളെ എന്ത് ചെയ്യാണ്? സംരക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലനെ കുറിച്ച് അവൻ മയങ്ങാത്തവനാണ്, ഉറങ്ങാത്തവനാണെന്ന്
താൻ വെളിപ്പെടുത്തുകയാ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതേ 18-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങൾ ഒരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി, ബാലെ ഉത്തരമരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളി ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്ക വിളിപ്പി, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം. അത് ഉപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടും ഇല്ലല്ലോ. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഹല്ലേലൂയ. രാത്രിയുടെ മറവിൽ ഈശാന മൂലമാകുന്ന കാറ്റുകൾ ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ആ പടക് തകരുമെന്ന് ഭീതിപ്പെട്ട് അരുമനാഥനെ ഉണർത്തിയ സമയത്ത് കാറ്റേ കടലേ ശാന്തമാക എന്ന് പറഞ്ഞ വാക്കിന് മുമ്പിൽ കാറ്റും കടലും ശാന്തമായത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അനേകർക്ക് പറയുവാൻ കഴിയും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്താൽ പടകിനെ ശാന്തതയോടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ച ദൈവത്തെ കുറിച്ച് ആമേൻ എന്റെയും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എനിക്കും പറയുവാനുണ്ട്. ഇന്ന് രാത്രി ദൈവമൈതലേ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായിരിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഹല്ലേലൂയ. നിത്യനായ ദൈവം ക്ഷീണിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആമേൻ. ഉറങ്ങുന്ന ദേവന്റെ മനസ്സിൽ ആമേൻ എന്ത് ജീവിതം സ്വപ്നമല്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഉറങ്ങാത്തവനാ ഹല്ലേലൂയ നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന ആമേൻ ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഇരിപ്പിടമായ നമ്മുടെ മനസ്സിൽ ഹല്ലേലൂയ തിന്മയിൽ നിന്ന് ആമേൻ നാം എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അതായത് നീതിയെ ചിന്തിക്കുവാനും നടപ്പിലാക്കുവാനും മാത്രമേ നമ്മുടെ മനസ്സ് നയിക്കപ്പെടാവൂ. ഹല്ലേലൂയ. ദുഷിച്ച മാനസിക അവസ്ഥ ആമേൻ ആമേൻ കാൽവറിയിലെ ഉടമയായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ, നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഭയം കൂടാതെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ അത് കടലിലാകട്ടെ, വായുമാർഗമാകട്ടെ, കരമാർഗമാകട്ടെ സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ രാവായാലും പകലായാലും ഭയം കൂടാതെ സഞ്ചരിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ യാത്രകളുടെ ആപത്തുകളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. രാത്രിയിലായാലും പകലായാലും ഉച്ചയ്ക്കായാലും ആമേൻ നമ്മുടെ സമസ്ത മേഖലകളിൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ആമേൻ അവനു വേണ്ടി ചെയ്യുവാൻ നിയോഗിച്ച കാര്യങ്ങൾ ചെയ്യാൻ ആമേൻ അവിടെ പോകുവാനുള്ള ആത്മവിശ്വാസം ആമേൻ നമുക്ക് പ്രചോദനമായി പരിശുദ്ധാത്മാവ് നൽകും. ഹല്ലേലൂയ. യഹോവയുടെ നന്മയെ കുറിച്ച് നാം നല്ല ആമേൻ ഹല്ലേലൂയ ആ പ്രത്യാശയോടെ ആമേൻ പ്രതീക്ഷയോടെ ഹല്ലേലൂയ അതെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ ആ കർത്താവ് നമുക്ക് വേണ്ടി മടങ്ങി വരും. ആ നിത്യത നമുക്ക് നൽകും. ഹല്ലേലൂയ. നിത്യമായ സൗഭാഗ്യവും നിത്യമായ സന്തോഷവും അവനിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. അതാ ദൈവമക്കളുടെ പ്രത്യാശ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവര് ദൈവവചന പ്രകാരം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഭയവും
ഉത്കണ്ഠതയും ആമേൻ അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ആമേൻ ദൈവം ആവശ്യത്തിലധികം ഹല്ലേലൂയ ഭയമോ ആമേൻ ഉണ്മയോ ആമേൻ അതെ അസമാധാനമോ ഹല്ലേലൂയ നമുക്ക് നൽകി മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല. പിന്നെയോ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതലിനെ നയിപ്പാൻ കാര്യസ്ഥനായ ആത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാ. കർത്താവായ യേശു വെളിപ്പെടുമ്പോൾ ആമേൻ ദൈവം ഹല്ലേലൂയ ചിലപ്പോൾ ആമേൻ ആ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതെ ന്യായവിധിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കത് ആമേൻ പ്രാപിക്കുവാൻ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ന്യായം വിധിക്കുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ആമേൻ ദൈവ വചനത്തിന്റെ വ്യവസ്ഥയിൽ ഈ ഭൂമിയിൽ അവനെ അനുഗമിക്കുന്ന ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വളരെ ആഴമായി ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഈ മടങ്ങി വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഹല്ലേലൂയ ഭയത്തോടെ ദൈവത്തെ സേവിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ ഈ യുഗത്തിന്റെ അവസാനത്തിനായി ഹല്ലേലൂയ അതെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ സമ്പൂർണ്ണ നീതി ഹല്ലേലൂയ ക്രിസ്തുവിലൂടെ ആമേൻ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ ആമേൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാൻ ഹല്ലേലൂയ അതെ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ തന്റെ സഭയിലെ ജനത്തിന് ആശ്വാസം ലഭിക്കുമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന് ഹല്ലേലൂയ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ അവനിൽ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരണം. ഹല്ലേലൂയ ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. അപ്പോ ദൈവമക്കൾ കർത്താവിന്റെ വരവിന് മുൻപ് ഇവിടെ ആയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? കൃപാവരങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ കൃപാവരത്തിൽ കുറവില്ലാത്തവരായി ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആമേൻ കാത്തും കൊണ്ട് ഭക്തികേടും ആമേൻ പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. പ്രിയമുള്ളവരെ, ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഹല്ലേലൂയ ഈ കർത്താവിന്റെ ആ പ്രത്യക്ഷത കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഹല്ലേലൂയ ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ എന്ത് ചെയ്യണം? ജീവിച്ചു പോരണം. ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മെ ശിക്ഷിച്ച് വളർത്തുകയാണ്. ഹല്ലേലൂയ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ തന്റെ മേൽ പകരപ്പെട്ട ആത്മീയ കൃപയെ ഉപയോഗിക്കാനുള്ള ആ ധൈര്യം ആമേൻ ഇല്ലാത്തത് കൊണ്ട് തിമോഥെയോസ് അതിന്റെ ആ ആത്മാവിന്റെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ജ്വാല ആമേൻ തല്ലിക്കെടുത്തുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ആമേൻ സകല വിഷയത്തിനകത്തു നിന്നും വേറിട്ടിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഈ ദൈവിക കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ ധൈര്യമുള്ളവനായി മാറേണ്ടതിന് അവന്റെ മേൽ ദൈവം ഉയരത്തിൽ ആത്മാവിനെ പകരുകയാണ്. ഇന്ന് രാത്രി ആത്മാവിനെ കൂടാതെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുവാൻ സാധിക്കത്തില്ല. കാരണം വർജിക്കണമെങ്കിൽ അത് തെറ്റാണ്, അത് മോശമാണ് എന്ന്
ന്യായവിധിക്കുന്ന ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരണമല്ലോ. ഹല്ലേലൂയ, ആമേൻ. അതായത് ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ആവശ്യം ആമേൻ ഉണ്ടായിരിക്കേണ്ട അതെ ചില കാര്യങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ ഊന്നി പറയുന്നു. ഹല്ലേലൂയ, ദൈവാത്മാവാണ് ഇത് നൽകുന്നത്. ആമേൻ. ദൈവത്തെ സേവിപ്പാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അവനെ സേവിപ്പാൻ ആമേൻ നമ്മെ കഴിവുള്ളവരാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിനെ നാളിതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ പ്രാപിക്കാത്തവർ ആ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പോ ഞാനും നിങ്ങളും പ്രാപ്തിയുള്ളവരായി മാറുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവം നൽകുന്ന ആ കൃപാവരങ്ങളാലാണ്. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ച് കിട്ടിയ ഡിഗ്രിയുടെ വലിപ്പം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആമേൻ അവസാനിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിയത്തില്ല, ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അതെ മോശയെയും ഹല്ലേലൂയ ആമേൻ അതെ യിരെമ്യാവിനെയും ഒക്കെ പ്രാപ്തിയുള്ളവരാക്കി ഉപയോഗിച്ച സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. എങ്ങനെയാണ് ശിഷ്യന്മാർ പ്രാപ്തിയുള്ളവരായി മാറിയത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാക്ഷ്യം നാം വഹിക്കണമെങ്കിൽ നാം ശക്തരാകണം. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ടുള്ള കിട്ടുന്ന ശക്തിയെ കുറിച്ചല്ല, പിന്നെയോ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ഉയരത്തിലെ ആത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന് ആമേൻ മനുഷ്യരുടെ ജ്ഞാനമല്ല ആവശ്യം, പിന്നെയോ ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമെത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങൾ പ്രാപ്തിയുള്ളവനാക്കി മാറ്റി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, പുതിയ നിയമത്തിന്റെ ആത്മീയ ശുശ്രൂഷകരാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവം അവനെ വിശ്വസിക്കുന്നവർക്ക് അവന്റെ ആത്മാവിനെ പകർന്ന് നാം ആയിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ തകർന്നു പോകാതെ നിൽപ്പാനുള്ള ഉയരത്തിലെ കൃപയെ നൽകുവാൻ ദൈവം ശക്തനാണ്. ആ കൃപ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. പലർക്കും പറയുവാനുണ്ടല്ലോ, ആ കൃപയാണ് ഇന്ന് രാത്രിയിൽ ഞാനായിരിക്കുന്നത്. ആ ആക്സിഡന്റിന്റെ അകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് ആമേൻ അതേ കൃപയാലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ എന്ത് ചെയ്യും? പ്രശംസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അതെ തന്നെത്താൻ താഴ്ത്തുന്നവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതെ എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എന്റെയും പ്രാർത്ഥന അത് തന്നെയാ, നമ്മുടെയും പ്രാർത്ഥന അത് തന്നെ ആകട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഹല്ലേലൂയ വ്യാപരിക്കുന്ന അവന്റെ
ആമേൻ, ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന്. ഹല്ലേലൂയ. അവൻ തന്റെ ആ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഹല്ലേലൂയ. ഇന്നർ മാൻ, ഹല്ലേലൂയ, ഇന്നർ മാൻ, ഹല്ലേലൂയ. ഇതിനകത്തുള്ള ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ അതെ ബലപ്പെടണമെന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ശക്തരായി ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആമേൻ സാക്ഷ്യം വഹിപ്പാൻ കൃപ ലഭിച്ചവരാ. അതുകൊണ്ട് ഉറങ്ങിയും മയങ്ങിയും സമയം നഷ്ടമാക്കാതെ, ഹല്ലേലൂയ, ആമേൻ, സ്നേഹത്തെ കുറിച്ച് ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ വളരെ ശക്തമായി ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തുപോകും. ഹല്ലേലൂയ. ശക്തിയില്ലാത്ത സ്നേഹം വിഫലമാണ്. ഹല്ലേലൂയ. സ്നേഹമില്ലാത്ത ശക്തി ദോഷകരമാണ്, അത് പ്രയോജനമില്ലാത്തതാണ്. ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സ്നേഹം. ഇന്ന് രാത്രി ദൈവമൈതലേ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപ അനുഭവിക്കുന്നുണ്ട്. സ്നേഹം എപ്രകാരമാണ്? ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഹല്ലേലൂയ. ആമേൻ. ശക്തിയില്ലാത്ത സ്നേഹം വിഫലമാണ്. സ്നേഹമില്ലാത്ത ശക്തി ദോഷകരമാണ്, പ്രയോജനമില്ലാത്തതാണ്. ഇന്ന് രാത്രി നിന്റെ സ്നേഹം എപ്രകാരം? എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാൽ, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാൽ, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ, സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്പർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യുക? തടുത്തു പോയിക്കൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ വരവെടുത്തു. എപ്രകാരം നീ ജീവിതത്തിൽ ഈ സ്നേഹം വെളിപ്പെടുത്തുന്നു? ഹല്ലേലൂയ. സുബോധത്തിന്റെയും അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ. ഒരു വ്യക്തി ആരോഗ്യകരമായ രീതിയിൽ സ്വയം ചിന്തിക്കാനും ചിന്തകളെ നിയന്ത്രിക്കുവാൻ പെരുമാറുവാനുമുള്ള ഒരു കഴിവാണിത്. ഹല്ലേലൂയ. എങ്ങനെ? ആമേൻ. ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ സുബോധം. ഹല്ലേലൂയ. ഒരു വ്യക്തി ആരോഗ്യപരമായ രീതിയിൽ സ്വയം ചിന്തിക്കുവാൻ, ചിന്തകളെ നിയന്ത്രിക്കുവാൻ, പെരുമാറുവാനുള്ള ഒരു കഴിവ്. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 3:2. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ദൈവമക്കളായി മാറിയിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം തന്റെ കൃപകളെ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കണമെന്ന്. ആമേൻ. ഓരോരുത്തർക്കും ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം അവന്റെ സാക്ഷ്യം വഹിപ്പാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉപയോഗിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. നാം വിജയം, ആമേൻ, അതെ, സമാധാനം, സന്തോഷം, ഹല്ലേലൂയ, അത് അനുഭവിച്ചുകൊണ്ട് അതെ ജീവിക്കുമെന്ന് ആമേൻ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ആമേൻ വിശുദ്ധ ജീവിതം നയിക്കുമെങ്കിൽ നിശ്ചയമായും അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തി മാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഉറങ്ങാത്തവൻ, ആമേൻ, അതെ, മയങ്ങാത്തവൻ, പരിപാലിക്കുന്നവൻ, ഒരു ദോഷവും കൂടാതെ കണ്ട് നമ്മെ സംരക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ ആമേൻ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മെ സംരക്ഷിക്കുന്ന ദൈവം അവരെയും സംരക്ഷിപ്പാൻ ശക്തരാണ്. ഒറ്റ വ്യവസ്ഥ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അവന്റെ ചിറകിന്റെ കീഴിൽ
ആമേൻ, അതെ, ശരണം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവവചനപ്രകാരം ജീവിതത്തെ ആമേൻ സമർപ്പിക്കണം. അവർക്കാണ് ഈ ദൈവ സാന്നിധ്യവും ഈ പ്രൊട്ടക്ഷനും അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത ആമേൻ കർത്താവിന്റെ വചനപ്രകാരം ജീവിതം സമർപ്പിക്കപ്പെടാത്ത ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ, നമ്മുടെ കൂടപ്പിറപ്പാകാം, നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ സഹോദരങ്ങളാകാം. അബ്രഹാം തന്റെ സഹോദരന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് വൃഥാവായില്ല. ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്ന്, ആ സൊദോമിന്റെ ആ ഗൊമോറയുടെ നാശത്തിൽ നിന്ന് തന്റെ സഹോദരന്റെ പുത്രനായ ലോത്ത് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. തീച്ചുളയ്ക്കകത്ത് നിന്ന് എബ്രയ ബാലന്മാര് വിടുവിക്കപ്പെടുവാൻ കാരണം അവർ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദാനിയേല് ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് അകപ്പെട്ടുവെങ്കിലും തകർന്നു പോകാതിരുന്നത് അവന്റെ തീരുമാനത്തിലാണ്. ഹല്ലേലൂയ. അങ്ങനെ അനവധി നിരവധി അനുഭവങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് ഒരു വേശ്യ ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്ന രാഹബ് ആമേൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത് ആമേൻ ഒറ്റുകാരെ പാർപ്പിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അനേകരുടെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി ദൈവം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ എല്ലാറ്റിന്റെയും ഒടുവിൽ ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം ദൈവം വെളിപ്പെടുത്തി. രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. ഇന്ന് രാത്രി ആ നാമത്തെ അറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഭയം കൂടാതെ ഈ ഭൂമിയിൽ രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ ആമേൻ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അതുകൊണ്ട് ആമേൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. അതെ, വിജയത്തിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ജീവിതം ആരംഭിക്കുന്നത് പരാജയത്തിൽ നിന്നല്ല, മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിതം ആരംഭിക്കുന്നത് ജയത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ ജയത്തിൽ നിന്ന് ജീവിതം ആരംഭിക്കുവാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അവൻ വിജയത്തിലെ ഉയർച്ച പ്രാപിച്ച് അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തി താനിരിക്കുന്നിടത്ത് നമ്മെ കൊണ്ടിരുത്തുവാൻ എത്രയും വേഗം മടങ്ങി വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർച്ച പ്രാപിക്കും. തന്നെത്താൻ ഉയരുന്നവരെല്ലാം ദൈവം താഴ്ത്തും. അഹങ്കരിക്കുന്നവർ, ഹല്ലേലൂയ, നിഗളിക്കുന്നവർ, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുപാട് അഹങ്കരിച്ച് നടക്കുന്ന അനേകരുണ്ട്, നിഗളിച്ച് നടക്കുന്ന അനേകരുണ്ട്. എന്നാൽ താഴ്മയോടെ ക്രൂശിലെ മരണത്തോളം സ്വയം സമർപ്പിക്കപ്പെട്ട ദൈവപുത്രനെ പോലെ ദൈവപൈതൽ എന്ന നിലയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച നമുക്ക് സ്വയം സമർപ്പിക്കാം. കണ്ണുകളടച്ചാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണല്ലോ. അസ്ഥികൂമാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ സർവശക്തനായ ദൈവമേ, ആവശ്യത്തിലധികം അതെ നന്മ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവപൈതലായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി നന്ദി പറയുന്നു. ആമേൻ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ആമേൻ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തെ സാക്ഷി വഹിക്കുകയും ചെയ്തുകൊണ്ട്, ഹല്ലേലൂയ, ചെറിയ കാര്യങ്ങൾ പോലും ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങൾക്കായി ചെയ്യുന്ന ദൈവത്തിന് ആയിരം നന്ദികൾ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നന്ദിയുള്ളവരായി ജീവിപ്പാൻ കർത്താവെ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട്. ആരെങ്കിലും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അങ്ങ് നിറച്ചാട്ട് അവിടുത്തെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് സഹായിച്ചാട്ട്. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിനു വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി കൂടെ ഇരുന്ന് ഒരു ദോഷവും കൂടാതെ കണ്ട് പരിപാലിക്കുന്ന സ്വർഗത്തിന്റെ ദൈവമേ, അവിടുത്തെ ആ രക്ഷയുടെ സന്ദേശം
യഥാർത്ഥമായി മനസ്സിലാക്കി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർ പരിചയ താങ്ങായി തണലായി അങ്ങ് കൂടെയിരുന്നാൽ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തിയാണ് ഇന്ന് രാത്രി അവരെ വേദനിപ്പിക്കുന്ന, അവരെ നിരാശപ്പെടുത്തുന്ന, അവരെ കണ്ണുനീരിൽ ഒതുക്കുന്ന എല്ലാ അനുഭവത്തിനകത്ത് നിന്ന് ഇന്ന് രാത്രി അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സുസ്ഥിരമായ പാറമേൽ നിർത്തി അവരുടെ വായി പുതിയ പാട്ടുകൾ കൊടുത്ത് സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെ ആ അനുഭവങ്ങൾ അവരുടെ കൂടാരങ്ങൾ വെളിപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. കർത്താവെ, പനിയാൽ ഭാരപ്പെടുന്ന അനേകരും ചുറ്റുപാടുമുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് വിവിധമാകുന്ന രോഗാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർക്ക് ആശ്വാസമായി, വിടുതലായി, ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യവും വിടുതലും അനുഭവിച്ച് ജീവിപ്പാൻ തക്കൊണ്ടും ഇടയാകാം. രാത്രി ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകുന്ന ഉതകുന്ന ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ട കർത്താവ്. Touch the Holy Spirit, the name of Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ലായിരുന്നു അരുളിച്ചത് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രാത്രി ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാൽ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ആമേൻ, അവിടുന്ന് പരിപാലകനായി, വലതുഭാഗത്ത് തണലായി, പകൽ സൂര്യൻ രാത്രി ചന്ദ്രനെങ്കിലും ആമേൻ ഒന്നും ബാധിക്കാതെ ഒരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ആ പ്രാണനെ പരിപാലിക്കുന്ന ആ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആ പാദമെടുത്തെങ്കിലും ആമേൻ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ, ശിഷ്ടായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീർന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പിറപ്പിന് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. കാരണം ഒരു ഭാവി മനസ്സാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ആമേൻ. നിത്യതയിൽ പ്രതിഫലം വീതിക്കുമ്പോൾ അവിടുന്ന് അത് വാങ്ങിക്കുവാൻ അർഹരാകുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. അത് യൂട്യൂബില് സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതുവരെയും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ തുടർമാനമായി ഷെയർ ചെയ്യുകയും ആമേൻ അതേ പ്രാർത്ഥനയിൽ സഹകരിക്കുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവഹിതമായ നാളെ രാത്രിയിൽ നമുക്ക് വീണ്ടും കാണാം. ശുഭരാത്രി.